ഗുരു, അതായത് ഗുരുവായൂരപ്പൻ. പിന്നെ എനിക്ക് ദീക്ഷ തന്ന എൻ്റെ ഗുരുവിൻ്റെ മുൻപിലാണ്. സത്യം പറഞ്ഞാൽ എന്ത് പറയണം, തെറ്റിപ്പോവോ എന്നുള്ളൊരു ഭയം കൂടി എനിക്കുണ്ട്. സാധാരണ ഞാനൊരു സ്ഥലത്ത് പോയാൽ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, പക്ഷെ അത് കേട്ടുകൊണ്ടിരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇന്ന് എൻ്റെ ഗുരു ഇവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ 190ാമത്തെ ശിഷ്യയാണ് ഞാൻ. മങ്കരയാണ് ആശ്രമം. പ്രഭാകരനന്ദ സരസ്വതി സ്വാമികൾ, അദ്ദേഹത്തെ ഞാൻ ജനിച്ചത് വളരെ വടക്കാണ്, കണ്ണൂർ. ഒരു ഉണ്ണിയാർച്ച കുടുംബത്തിലാണ്. ഇവിടെ പലരും പറഞ്ഞതുപോലെ എൻ്റെ ബാല്യം വളരെ എന്താ പറയുക, എനിക്ക് തന്നെ ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലായിരുന്നു. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, ഭഗവാനുണ്ട്. ആ ഭഗവാനെ ഞാൻ അന്വേഷിച്ചു. എൻ്റെ അച്ഛൻ്റെ കൈയും പിടിച്ച് ഞാൻ എൻ്റെ അച്ഛനോട് ചോദിച്ചു, ഈ കടലിൻ്റെ അപ്പുറം എന്താണ് അച്ഛൻ? അച്ഛൻ പറഞ്ഞു, അവിടെയും നമ്മളെ പോലത്തെ ഒരു രാജ്യമുണ്ടെന്ന്. പിന്നീടുള്ള എൻ്റെ അന്വേഷണം, ആ രാജ്യത്ത് ഞാൻ എങ്ങനെ പോകും? അന്ന് എനിക്ക് 2, 2.5, 3 വയസ്സൊക്കെ ഉള്ളൂ. ഇച്ഛാശക്തി, ഞാൻ അവിടെ എത്തി. അതുപോലെ എന്നിലെ എൻ്റെ ദൈവത്തെ അറിയാൻ ഞാൻ നടക്കുകയായിരുന്നു. 20 വർഷത്തോളം സന്യാസിമാരുടെ കൂടെ നടന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം ഞാൻ ദീക്ഷയെടുത്തു. ഇവിടെ ഇരിക്കുന്നവരുടെ മുഖത്തൊക്കെയുള്ള സന്തോഷം സ്വാമി പറഞ്ഞു. അതെന്തുകൊണ്ടാണെന്നറിയോ? രാധേ കൃഷ്ണ എന്നാണ് നമ്മൾ നോർത്ത് ഇന്ത്യയിൽ എല്ലാവരും പറയാം. നിങ്ങളെല്ലാവരും കൃഷ്ണന്റെ രാധമാരാണ്. നിങ്ങൾക്കില്ലാത്ത സന്തോഷം ലോകത്ത് ആർക്കും ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് കൃഷ്ണനൊന്ന് വേറെ രാധയൊന്ന് വേറെ എന്ന് പറയാത്തത്? കൃഷ്ണനെ നിരന്തരം ഭജിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൃഷ്ണനേക്കാൾ, ഒന്നുമില്ലെങ്കിൽ ആ രാധയെ നമ്മൾ ആദ്യം വിളിക്കുമ്പോൾ ആദ്യം ശ്രവിക്കുന്നത് കൃഷ്ണനാണ്. എൻ്റെ രാധയെ ആരാണ് വിളിക്കുന്നത്? നിങ്ങളെല്ലാം രാധമാരാണ്, കൃഷ്ണന്റെ രാധമാർ. നിങ്ങൾക്കൊരിക്കലും മുഖത്ത് സങ്കടമുണ്ടാവില്ല. കാരണം നിങ്ങളുടെ വിളി കേൾക്കാൻ, നിങ്ങൾ സംസാരിക്കുന്നത് കാണാൻ, നിങ്ങൾ ചിരിക്കുന്നത് കാണാൻ നിങ്ങളിൽ ഒരാളായിട്ട് ഇവിടെയുള്ള ഉണ്ണിക്കണ്ണൻ ഉണ്ടാവും. എനിക്കും എൻ്റെ വീട്ടിലൊരു കണ്ണനുണ്ട്. എന്നാൽ ഞാൻ ശരിക്ക് ഭഗവതിയെ പൂജിക്കുന്ന ഒരാളാണ്, ഉപാസകയാണ്. റെഡ് ഉടുത്ത് മാത്രമേ എന്നെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ഞാൻ കണ്ണനുമായിട്ട് നിരന്തരം അടിയിടും. എൻ്റെ മകനെ പോലെ, എൻ്റെ അച്ഛനെ പോലെ, എൻ്റെ സുഹൃത്തിനെ പോലെ, എൻ്റെ സകലതും എനിക്ക് കണ്ണനാണ്. ഞാൻ പിച്ചും, സങ്കടം പറയും, കരയും. അപ്പോഴൊക്കെ ഒരു പുഞ്ചിരി എപ്പോഴും എനിക്ക് സമ്മാനിക്കുമായിരുന്നു. ഇപ്പോൾ എനിക്ക് മനസ്സിലായി ആ പുഞ്ചിരിയുടെ അർത്ഥം എന്താണ്. കാരണം ഞാൻ സഞ്ചരിച്ച വഴികളിലൊന്നും എൻ്റെ സഞ്ചാരം പൂർത്തിയാക്കാൻ എനിക്ക് പറ്റില്ല എന്നും, നീ എൻ്റെ കാൽക്കലാണ്, നീ എന്നിലാണ് വന്ന് ചേരേണ്ടതെന്ന് കൃഷ്ണൻ പറയാതെ പറയുകയായിരുന്നു. കാരണം ഈ ഒരു ദീക്ഷ സ്വീകരിച്ചതിന് ശേഷം ആദ്യമായി ഭഗവാന്റെ മുന്നിൽ, ഇത്രയും ശ്രേഷ്ഠമായ ഗുരുക്കന്മാരുടെ മുമ്പിൽ, അതിലുപരി എത്രയോ ശ്രേഷ്ഠമായ വ്യക്തികൾക്ക് മുൻപിൽ ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട് എങ്കിൽ അത് ഭഗവാൻ കൃഷ്ണന്റെ ഒരൊറ്റ കരുണ തന്നെയാണ്. എന്നെ ഇവിടെ വിളിച്ചത് ശോഭാജിയാണ്. ശോഭാജി സത്യം പറഞ്ഞാൽ എനിക്ക് മൂത്ത മകളാണോ സഹോദരിയാണോ ഒന്നും അറിയില്ല. ആ കരുത്ത്, ആ ഊർജം, അത് എനിക്ക് എപ്പോഴും സന്തോഷമാണ്. കാരണം ഒരു ഉണ്ണിയാർച്ചയെ പോലെ, കാരണം ഞാനൊരാർച്ചയാണ്, ഞാൻ പൊന്നിയത്ത കുടുംബത്തതാണ്. ഒരു ഉണ്ണിയാർച്ചയെ പോലെ, ഒരു താൻസി റാണിയമ്മയെ പോലെ, ഇല്ലെങ്കിൽ ഒരു ഉഭയമ്പ റാണിയെ പോലെ കരുത്തോടുകൂടി നിരന്തരം 10-30 വർഷത്തോളം സനാതന ധർമ്മത്തിന് വേണ്ടി പോരാടുമ്പോൾ നമുക്കെന്താണ് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക? 1, നിങ്ങളുടെ പ്രാർത്ഥന. 2, നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നമ്മുടെ സനാതന ധർമ്മത്തെ സംരക്ഷിക്കാൻ കരുത്തുള്ള കൈകൾ ആരാണ് എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം അയ്യപ്പന്റെ വിഷയം വന്നപ്പോൾ ഞാൻ അവിടെ വായ മൂടിക്കെട്ടിപ്പോയി പ്രതിഷേധിച്ചു. അതെന്തുകൊണ്ടാണെന്നറിയോ? അവിടെ ഡൽഹിയിൽ അറിഞ്ഞിരിക്കുന്നത് നമ്മളിൽ തന്നെ പലരുമാണ് അവിടെ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നാണ്. അതല്ല എന്ന് ഞാൻ കാണിച്ചു കൊടുത്തതാണ്, ജനശ്രദ്ധ ആകർഷിച്ചതാണ്. ഡൽഹിയിലുള്ള എൻ്റെ സുഹൃത്തുക്കൾ അത് വേണ്ട വിധത്തിൽ അന്വേഷിച്ചു. 12 അംഗ സംഘത്തെ അവിടെ വിന്യസിച്ചു. സത്യം അവർക്ക് ബോധ്യപ്പെട്ടു. ചിത്തിരയാട്ട സമയത്ത്
ശശികല ടീച്ചറിനെ താഴെ പിടിച്ചു വെച്ചപ്പോൾ എനിക്കൊരു കോള് വന്നു, ഉഷാജി എന്ത് ചെയ്യും, ഒരു ബസ് നിറയെ തെലുങ്ക് സ്ത്രീകൾ വരുന്നു. ഞാൻ എൻ്റെ സ്കൂട്ടറിലാണ് എവിടെ അയ്യപ്പൻ്റെ നട വരെ എത്തിയത്, പമ്പ വരെ എത്തിയത്. പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. പിൻവലി വിളിക്കാൻ, എന്നെ ഉപദ്രവിക്കാൻ ഒക്കെ ആളുണ്ടായിരുന്നു. പക്ഷെ ഞാൻ തന്നെ മുമ്പോട്ട് പോയി. നിരന്തരം, അതായത് നമ്മുടെ സനാതന ധർമ്മത്തെ തകർക്കാൻ ആര് ശ്രമിച്ചാലും അതായത് അണ്ണാറക്കണ്ണനും തന്നാലാകുന്നത് എന്ന് പറഞ്ഞതുപോലെ ഞാൻ എപ്പോഴും മുമ്പിൽ തന്നെയുണ്ട്. ചിദാനന്ദപുരി സ്വാമികളെ വല്ലാതെ ആക്രമിച്ച ഒരു സമയം, സെക്രട്ടേറിയറ്റിന്റെ വാതിക്കല് ആ സത്യാഗ്രഹം ഇരിക്കാൻ അതിന്റെ മുൻപിൽ ഞാനുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ബി നിലവറ തുറന്ന് 50 രൂപയ്ക്ക് സ്വർണം എക്സിബിഷന് വെക്കണമെന്ന് പറഞ്ഞപ്പോൾ കന്യാകുമാരിയിൽ നിന്ന് പത്മനാഭസ്വാമിയുടെ ക്ഷേത്ര മോഡൽ ഉണ്ടാക്കി കാസർഗോഡ് വരെ പോയി 14 ജില്ലകളിലേക്ക് കൂടി നടന്ന് 10 ലക്ഷം ഒപ്പ് ശേഖരിച്ച് സുപ്രീം കോടതിയിൽ കൊണ്ടുകൊടുക്കാനും ഞാനൊരു എളിയ ഭാഗമാക്കിയിട്ടുണ്ട്. ഇവിടെ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഭഗവാന്റെ ആ ഒരു കടന്നുകയറ്റവും പിടിച്ചടക്കപ്പെടാൻ നിൽക്കുമ്പോൾ രാത്രി ഈ തെരുവിലേക്കൂടെ ഹരേ രാമ ചൊല്ലി അവരെ കൂടെ ഞാനും നടന്നിട്ടുണ്ട്. നമ്മുടെ മണ്ണാർശാല 8 ക്ഷേത്രക്കുളത്തിൽ കക്കൂസ് വേസ്റ്റ് അടിക്കുമായിരുന്നു. ഇവിടെ ആർക്കും അധികം അറിയില്ല. അത് ഇല്ലെങ്കിൽ അറവ് വേസ്റ്റ് അടിക്കുമായിരുന്നു. അവർ കളക്ടർക്ക് വരെ കൊണ്ടുപോയി പരാതി കൊടുത്തു, പോലീസിന് പരാതി കൊടുത്തു. അവിടെ പക്ഷെ ഒരു കാരണവശാലും അവരത് നിർത്തിയില്ല. ഒരു ദിവസം ഇവിടെ ഇടും, മറ്റേ ദിവസം അവിടെ ഇടും. ലാസ്റ്റ് അവിടുന്ന് ശ്രേയസ് തിരുമേനി എന്നെ വിളിക്കാണ്, ഉഷാമ്മ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, ഒരു പന്തൽ കിട്ടും, ഞാൻ വരാം, സത്യാഗ്രഹം ഇരിക്കാം. ഞാൻ അവിടെ ഉണ്ണാവൃതം ഇരുന്നു. ഞാൻ അവിടെ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഇരിക്കുന്ന കൊമ്പ് മുറിക്കരുത്. നമുക്ക് ശേഷം പ്രളയമല്ല, കണ്ടൽക്കാടുകളും കുളങ്ങളും സർപ്പപ്പുറ്റുകളും നിങ്ങൾ നശിപ്പിച്ചാൽ നാളെ നിങ്ങൾക്ക് ഇവിടെ ശുദ്ധവായുവോ ശുദ്ധവെള്ളമോ ഉണ്ടാവില്ല. വീണ്ടും കടലെടുക്കും. നിങ്ങൾ അരുതാത്തത് ചെയ്യരുത്. ചിലപ്പോൾ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റോ ഇല്ലെങ്കിൽ ലുലു മോളോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കെട്ടിടം അവിടുത്തെ ചതുപ്പ് നികത്തിയിട്ട് കെട്ടി 4 പേർക്ക് വിറ്റ് കാശ് താങ്കാമെന്ന് വിചാരിച്ചായിരിക്കാം അത് അവർ ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷേ നിങ്ങൾക്ക് ശേഷം 2 തലമുറയ്ക്കപ്പുറം കേരളം തന്നെ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല എന്ന് വ്യക്തമായി ഞാൻ അവിടെ പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. ഇവിടെ ഇരിക്കുന്ന ഓരോ അമ്മമാരോടും എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ജർമ്മനി, അമേരിക്ക ഇല്ലെങ്കിൽ ഞാൻ വേൾഡ് മുഴുവനും സഞ്ചരിച്ചോളാം. അവിടെയൊക്കെ 6-ാം വയസ്സു മുതൽ ഭഗവത്ഗീത കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ആത്മഹത്യാ നിരക്ക് കുറവാണ്. അതേപോലെ തന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ 60-ാം വയസ്സിലല്ല സ്വാമി പറഞ്ഞതുപോലെ നമ്മൾ ഒരുമിക്കേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പവർ കൊടുക്കുക. നാളെ അവരാണ് ഈ ഭൂമിയിൽ നടമാടേണ്ടവർ. അവരിലൂടെയാണ് നമ്മുടെ ശക്തിയെ തിരിച്ചെടുക്കാൻ നമുക്ക് പറ്റുകയുള്ളൂ. നല്ല വാക്കുകൾ പറഞ്ഞു കൊടുത്ത് നന്മയുള്ള ഹൃദയമുള്ളവരാക്കി അവരെ വളർത്തുമ്പോൾ നമ്മൾ ഈ ചെയ്തു വെക്കുന്നത് നാളെയുടെ തലമുറയ്ക്കൊരു പൊൻതൂവലായിരിക്കും. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ടൈമില്ലാത്തത് കൊണ്ട് ഞാൻ നിർത്തുന്നു. എന്നെ ക്ഷണിച്ച എല്ലാവർക്കും എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട്, ഞാൻ എത്രയോ വർഷം ലളിതാ സഹസ്രനാമം ചൊല്ലുന്ന ഒരാളാണ്. പക്ഷേ ഇത്രയ്ക്കും മനോഹരമായി ഹൃദയത്തിൽ ഒരു ചടുല താളമായി എൻ്റെ ഭഗവതിയുടെ നൃത്തം വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരായിരിക്കും അമ്മയ്ക്കും എൻ്റെ നമസ്കാരം. നന്ദി, നമസ്തേ.